ഈ നമ്മൾ ലോകക്രമം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു കണക്ക് വന്നിരിക്കുന്നു പറഞ്ഞാൽ IMFന്റെ കണക്കെന്ന് പറഞ്ഞാൽ 2026 ഇന്ത്യ 6.6% വളർച്ച. ആ സമയത്ത് ചൈന 4.6 ഉള്ളൂ, അമേരിക്ക 1.8%. ഈ അവസാന ഭാഗത്തുള്ളൂ. ഇതിനകത്തുനിന്ന് വിതരണം കഴിഞ്ഞ പ്രാവശ്യം ചൈന 5.1 സമയത്താണ് ഈ 1% കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഭാഗം നോക്കുമ്പോൾ 2027 ഈ 8.2% വർധന. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഒരു വിഷയമില്ലാത്ത താരിഫിന്റെ വിഷയം ഒന്നുമില്ലാത്ത കഴിഞ്ഞ പ്രാവശ്യം 5 ഉള്ളായിരുന്നു. അപ്പൊ അവിടെയാണ് ഇന്ത്യയുടെ ലോകം അത്ഭുതപ്പെടുന്നത്. അതായത് ഇവിടുത്തെ ഉൽപാദനം, സേവനം, നിർമ്മാണം ഇതിനകത്തുള്ള ഇതാണെന്നാണ് IMF ഇപ്പൊ പറഞ്ഞു തുടങ്ങി. ഇന്ത്യ ഒന്നും ചെയ്യാനൊക്കത്തില്ല. നേരത്തെ നമ്മുടെ ചിരി എന്താ പറയുക, സന്തോഷമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 178, പാകിസ്ഥാൻ എൻ്റെ മുമ്പിൽ, ബംഗ്ലാദേശ് എൻ്റെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ കള്ളക്കണക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നവനാ ഇല്ല തകർക്കുന്നത്. ഇപ്പൊ ഇവന്മാർക്ക് ഇന്ത്യ വളരുന്നില്ലെന്ന് പറഞ്ഞാൽ അവന്മാരെ ഈ ഇല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഏജൻസികൾ അല്ലെ ലോകത്തെ ആൾക്കാർ വിശ്വസിക്കാത്ത അവസ്ഥയിലേക്ക് വരും. അതായത് ഇപ്പം ഈ ഇന്ത്യയുടെ വളർച്ച 2008 ചൈന 4 ട്രില്യൺ എന്ന് വെച്ചാൽ ചൈനയുടെ ഒരു വളർച്ചയാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് 4 ട്രില്യൺ നിന്നത് 16 കൊല്ലം കൊണ്ട് 19 ട്രില്യണിലേക്ക് വന്നു. ഇതേ ഈ ഇന്ത്യ ഇപ്പം 4.6% 2039 ആകുമ്പോഴത്തേന് 19 ട്രില്യണിലേക്ക് വരുമെന്നാണ് ലോകത്തെ ഈ പറയുന്ന ഏജൻസികൾ, ഈ IMF പോലെയുള്ളവർ പറയുന്നത്. അതായത് ഇന്ത്യയുടെ എക്കണോമി സ്ഥിരതയുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, വെല്ലുവിളി ബാക്കിയുള്ള രാജ്യങ്ങൾക്ക്. സ്ഥിരതയുള്ള എക്കണോമി, അതുപോലെ ഫാസ്റ്റ് മൂവിങ് എക്കണോമി. ഇത് ലോകത്തുള്ള രാജ്യങ്ങൾ തടയാൻ പറ്റത്തില്ലെന്നുള്ള ഈ രീതിയിലൊക്കെ. ഇത് തടയാൻ വേണ്ടിയാണ് ഇവിടെ യുദ്ധം ഉണ്ടാക്കുന്നത്. ഇത് തടയാൻ വേണ്ടിയാണ് പാകിസ്ഥാനെ കൊണ്ട് ഇവിടെ ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് തടയാൻ വേണ്ടിയാണ് ബംഗ്ലാദേശിനെ കൊണ്ട് അമേരിക്ക പണിയുണ്ടാക്കുന്നത്. ഇത് തടയാൻ വേണ്ടിയായിരുന്നു അമേരിക്ക താരിഫ് ഏർപ്പെടുത്തിയത്. മറ്റ് പല രീതിയിലേക്കും പല ബാനുകൾ. ഇതൊക്കെ നമ്മൾ അതിജീവിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അത് അതിജീവിക്കാൻ പ്രാപ്തമാണ്. അതായത് ഇന്ത്യ ഭരിക്കുന്നവൻ ഇന്ത്യയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി 24 മണിക്കൂറും പണി ചെയ്യുന്ന ഭരണാധികാരിയാണെന്ന് പറയും.